Hi friends, welcome to the new episode. I am TC Vijayan, consultant engineer, chronic healer and life coach. സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു സ്റ്റാറ്റസ് ആയിരിക്കുകയാണ്. സ്ട്രെസ് ഇല്ലാതെ ആരുമില്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പറയുന്നതാണ് സ്ട്രെസ് ഉണ്ട്, ഭയങ്കര സ്ട്രെസ്. എന്താണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്? ഇനി നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് ഓൺ ഇൻറ്റേർണൽ സ്ട്രെങ്ത്. അതായത് പുറത്തു നിന്നുള്ള ഒരു പ്രഷറാണത്. ആ പ്രഷർ നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യുകയാണ്. എക്സ്റ്റേണൽ പ്രഷർ ഓരോരാൾക്കും ഓരോ വിധത്തിലായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദർ ജോബ് സിറ്റുവേഷൻ ആൻഡ് ഫാമിലി കണ്ടീഷൻസ് എക്സെട്ര. ജോലിയുള്ളവരൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പ്രശ്നങ്ങളുണ്ടാകും, ബോസ് കുറച്ച് കൂടി കൊടുക്കും, ടെൻഷൻ കൊടുക്കും. കുട്ടികളാണെങ്കിൽ സ്കൂളിലുള്ള ടെൻഷൻ, പാരൻസിൻ്റെ ടെൻഷൻ, വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ടെൻഷൻ, ഇങ്ങനെ പല വിധത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷർ. അതിനാണ് ഈ ടെൻഷൻ എന്ന് പറഞ്ഞത്. എക്സ്റ്റേണൽ പ്രഷർ അത് നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യുന്നു. അതിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്, നമുക്ക് സ്ട്രെസ്സിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. സപ്പോസ് ഇപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ 10 ആണെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത് 2 വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് 10/2 5 സപ്പോസ് ഇൻറ്റേർണൽ പ്രഷർ 10 തന്നെ, സെയിം 10 കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത് 5 റേസ് ചെയ്തു. അപ്പോഴുണ്ടാകുന്ന സ്ട്രെസ് എത്രയാണ്? 10/5 = 2. കണ്ടോ? സ്ട്രെസ് 5 നിന്ന് 2 കുറഞ്ഞു. സ്ട്രെസ് കുറയ്ക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ സ്ട്രെങ്ത് കൂട്ടുക. എക്സ്റ്റേണൽ പ്രഷർ ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ പ്രഷറിൻ്റെ കൂടെ പോകും. അയ്യോ അതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതെങ്ങനെയെന്ന് പറഞ്ഞ് എക്സ്റ്റേണൽ പ്രഷറിൻ്റെ കൂടെ പോയി നമ്മുടെ പ്രഷറും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്റ്റേണൽ പ്രഷർ നീഡ് നോട്ട് കൺസിഡർഡ് അറ്റ് ഓൾ. എക്സ്റ്റേണൽ പ്രഷർ എന്തുമായിക്കോട്ടെ അതിനെ നേരിടാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് ഇൻ കൺട്രോൾ. ബട്ട് ഇൻറ്റേർണൽ സ്ട്രെങ്ത് വി ക്യാൻ ഇൻക്രീസ്. ഇൻറ്റേർണൽ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും. അതിനുള്ള എളുപ്പ വഴിയാണ് മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് എക്സെട്ര. ബ്രീത്തിങ് എക്സസൈസ്, സിമ്പിൾ ബ്രീത്തിങ് എക്സസൈസ് 4-4-4 എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ് ബ്രീത്തിങ് ഇൻ, 4 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് റിലീസ്, അഗെയിൻ വെയിറ്റ് ഫോർ 4 സെക്കൻഡ്, ദെൻ റിപ്പീറ്റ് ദ സെയിം. അതാണ് 4-4-4. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ കൂടുതൽ സങ്കടമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് നോസ്ട്രിൽസ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റ് നോസ്ട്രിൽസ് മാത്രം ബ്രീത്ത് ഇന്നും ഔട്ട് ചെയ്യുക. അങ്ങനെ ഒരു 5 മിനിറ്റ് സമയം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യവും സങ്കടവും ഒക്കെ പെട്ടെന്ന് കുറഞ്ഞതായിട്ട് കാണും. വേറെ ഇൻറ്റേർണൽ സ്ട്രെങ്ത് കൂട്ടാനുള്ള വേറൊരു വഴി എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട ഗാനം കേൾക്കാം. കുറച്ച് വാക്കിംഗ്, ഫ്രീ വാക്കിംഗ്, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. സ്ട്രെസ്സ് കുറച്ച് നമുക്ക് ആവശ്യമാണ്. ഒരു 2 വരെ നമുക്ക് സ്ട്രെങ്ത് നമുക്ക് വേണം. അതായത് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടില്ല, കൂടുതൽ ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് നമ്മുടെ ബോഡി എഫക്റ്റ് ചെയ്യും. ഹെഡേക്ക്, പിന്നെ ഉറക്കമില്ലായ്മ, ക്ഷീണം, ഭക്ഷണം വേണ്ടി വരില്ല, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിട്ട് പല അസുഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റവും എളുപ്പ വഴിയെന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേർണൽ പ്രഷറിനെ കൺസിഡർ ചെയ്യാത്ത ഇൻറ്റേർണൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ നമുക്ക് നമ്മുടെ സ്ട്രെസ് വളരെ കുറയ്ക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്റ്റ് ഫോൺ നമ്പർ 9986
928317. Thank you very much.